വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് 4 മണിക്കൊക്കെ ചായയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആരും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പഴംപൊരിയുടെ റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളൊരു ബൗളിൽ അരക്കപ്പ് മൈദാമാവ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു വലിയ സ്പൂണിൽ 1 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു അര സ്പൂണിൽ കുറച്ച് ഏലക്ക പൊടിച്ചത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു അര സ്പൂൺ തന്നെ ജീരകം പൊടിച്ചത് ആഡ് ചെയ്തു. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മുടെ ഈ പഴംപൊരിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു അര സ്പൂൺ പഞ്ചസാരയും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് ലൂസാവരുത്, എന്നാൽ ഒരുപാട് ടൈറ്റ് ആവരുത്. ഒരു നമ്മുടെ പഴംപൊരിയൊക്കെ പൊരിച്ചെടുക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ നന്നായിട്ടിത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഏകദേശം റെസ്റ്റ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം. അപ്പോൾ റെസ്റ്റ് ചെയ്ത് നമ്മളിത് കറക്റ്റ് പഴംപൊരിയൊക്കെ എടുക്കാൻ കറക്റ്റ് ഒരു പാകത്തിനൊക്കെ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു അര സ്പൂൺ എള്ള്, കറുത്ത എള്ളാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അര സ്പൂൺ എള്ളും കൂടെ നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ പഴംപൊരി പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ബാറ്റർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നല്ല പഴുത്ത പഴമാണ് ശരിക്കും പഴംപൊരി ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റ് വരുന്നത്, നല്ല പഴുത്ത പഴം യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മളിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. അത് നടുവേ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ പഴം ഈ ബാറ്ററിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ വറുത്തെടുക്കാൻ പോവുകയാണ്. നമ്മുടെ ഏത്തയ്ക്ക പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മൾ അരിപ്പൊടിയൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടിയൊക്കെ ചേർക്കുന്നത് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഷുഗറും ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കടയിലൊക്കെ മേടിക്കുമ്പോൾ എങ്ങനെയാണോ പഴംപൊരി കിട്ടുന്നത് അതേ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ ഏത്തയ്ക്ക പൊരിച്ചെടുക്കാവുന്നതാണ്. ആദ്യം നമ്മൾ പാൻ വെച്ചു, അതിൽ ഓയിൽ ഒഴിച്ചു. ഓയിൽ ഏകദേശം നന്നായിട്ട് തിളച്ച് കഴിയുമ്പം നമ്മൾ ഈ ബാറ്ററിൽ മുക്കിയ പഴംപൊരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഴംപൊരി ഓരോന്നായിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ പാനിൽ എണ്ണ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ പഴംപൊരി ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് നമ്മുടെ മാവ് ഒഴിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. പെട്ടെന്നങ്ങ് എണ്ണ തിളച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നങ്ങ് പൊങ്ങി വരും. നമുക്ക് അടിക്ക് പിടിക്കാതെ തന്നെ പെട്ടെന്ന് അതങ്ങ് പൊങ്ങി നിൽക്കുക. അപ്പോൾ അതാണ് കറക്റ്റ് അതിൻ്റെ ഒരു പരുവമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പഴംപൊരി ഓരോന്നായിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. ആ ഒരു സൈഡൊന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഴംപൊരി നമുക്കിവിടെ ഈ മാവ് തന്നെ നമുക്ക് വേണേലും നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. പഴമായിട്ട് തന്നെ പൊരിച്ചെടുക്കാതെ നമ്മൾ അവസാനം വരുന്ന മാവ് എപ്പോഴും ഈ പഴംപൊരിക്കകത്ത് തന്നെ ഇട്ട് പഴംപൊരി വറുത്ത എണ്ണയ്ക്കകത്ത് തന്നെ ഇട്ട് നമ്മൾ വറുത്തെടുക്കാറുണ്ട്. അതിന് വേറൊരു പ്രത്യേക ടേസ്റ്റാണ്. ശരിക്കും എനിക്കൊക്കെ ആണെങ്കിൽ ഈ പഴംപൊരിയേക്കാളും ഇഷ്ടം അതിൻ്റെ പുറത്തുള്ള ആ ഒരു ഫോമിൽ നമ്മുടെ മാവ് പൊരിച്ചെടുക്കുന്നത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ പഴംപൊരി ഓരോന്നും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ ഒക്കെ കളറൊക്കെ ആയി കഴിയുമ്പം നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചായക്കടയിലൊക്കെ ഉണ്ടാക്കി കിട്ടുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മധുരമുള്ള പഴംപൊരി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് 2 പഴം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.